രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള കണ്ടെയ്നറിൽ എത്തിയത് കവർച്ചാ സംഘമെന്ന് സംശയം. കൊച്ചിയിൽ രാജസ്ഥാൻ സ്വദേശികളായ 2 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഒരാൾ രക്ഷപ്പെടുകയായിരുന്നു. കണ്ടെയ്നർ ലോറി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കവർച്ചാ സംഘത്തിൻ്റേത് എന്ന് കരുതുന്ന രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള കണ്ടെയ്നറാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ ഉള്ളത്. കൊച്ചിയിൽ രാജസ്ഥാൻ സ്വദേശികളായ 2 പേരെ പോലീസ് പിടികൂടിയിട്ടുമുണ്ട്. ഒരാൾ രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, രാജസ്ഥാൻ സ്വദേശികളെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. കണ്ടെയ്നറിൽ കവർച്ചാ സംഘമായിരുന്നു എന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? രാഖി കണ്ടെയ്നറുമായിട്ട് കവർച്ചാ സംഘമാണ് പാസ് ചെയ്തതെന്നാണ് പോലീസിന് രഹസ്യവിവരം ലഭിച്ചത്. തുടർന്നാണ് കൃത്യമായിട്ടുള്ള സ്റ്റേഷൻ പോയിന്റുകളിൽ അന്വേഷണം ആരംഭിക്കുകയും തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ഇക്കാണുന്ന കണ്ടെയ്നറുമായിട്ട് 3 അംഗ സംഘത്തെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. നെട്ടൂർ വെച്ചാണ് പോലീസ് ഈ രാജസ്ഥാൻ സ്വദേശികളടങ്ങുന്ന സംഘത്തെ പിടികൂടിയത്. പോലീസിന് കിട്ടിയ ഒരു രഹസ്യവിവരം എന്ന് പറയുന്നത് രാജസ്ഥാൻ സ്വദേശികളായിട്ടുള്ള ഒരു സംഘം ഒരു രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള കണ്ടെയ്നറുമായിട്ട് മോഷ്ടിച്ച കാർ കടത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതായിരുന്നു പോലീസിന് ലഭിച്ച വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കണ്ടെയ്നറുമായിട്ട് 3 അംഗ സംഘത്തെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. 1 മണിയോടുകൂടി ഇവരെ പിടികൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ഈ കണ്ടെയ്നർ പരിശോധിച്ച സമയത്ത് പോലീസിന് വ്യക്തമായിട്ടുള്ളത് കാർ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മറിച്ച് ഇതിനുള്ളിൽ ഒരു AC, അതോടൊപ്പം തന്നെ ഗ്യാസ് കട്ടർ, മറ്റ് അനുബന്ധ ഉപകരണങ്ങളുമായി ആണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് നിലവിൽ സംശയിക്കുന്നത് ഒരു പക്ഷേ ഈ കാർ മറ്റെവിടെയെങ്കിലും ഇറക്കിയിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് സംഘമുള്ളത്. അതിനിടയിൽ പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ 3 അംഗ സംഘത്തെ, രാജസ്ഥാൻ സ്വദേശികൾ അടങ്ങുന്ന മോഷണ സംഘത്തെ കൊണ്ടുവന്ന സമയത്ത് ഒരാൾക്ക് ശുചിമുറിയിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ശുചിമുറിയിൽ പോയി. ആ സമയത്താണ് പോലീസിനെ വെട്ടിച്ച് ഇയാൾ കടന്നുപോയത്. അതായത് ഈ ശുചിമുറിയിലെ ഗ്രില്ല് തകർത്ത് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ സ്റ്റേഷന്റെ പരിസരത്ത് തന്നെ ഉണ്ടാകുമെന്നുള്ള നിഗമനത്തിൽ പോലീസിന്റെ തിരച്ചിൽ തുടരുകയാണ്. ഈ സ്റ്റേഷനോട് ചേർന്നുള്ള സമീപ പ്രദേശത്ത് വലിയ രീതിയിൽ ഫ്ളാറ്റുകൾ, അതായത് ഈ പകുതി പണി പൂർത്തിയായ ഫ്ളാറ്റുകളും ഉപയോഗശൂന്യമായിട്ടുള്ള കെട്ടിടങ്ങളും ഒക്കെ തന്നെയുണ്ട്. ഇവിടേക്ക് ഒളിച്ചിരിക്കാമെന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ തുടരുകയാണ്. അതിനിടയിൽ തന്നെ ചില നിർണായക വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഈ കൃഷ്ണനഗരി ഡിസ്ട്രിക്റ്റിൽ അവിടെ നിന്നും ഒരു ഗുരുപരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്നുമാണ് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസം ഒരു മാരുതി എക്കോ കാർ, ബിയറിംഗ് രജിസ്ട്രേഷൻ നമ്പർ AP 16FJ 6018 എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള ഒരു കാറ് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായത് ഈ കാർ ഒരു കണ്ടെയ്നറിലാക്കി കടത്തി എന്നുള്ളതാണ്. അത് ഈ കണ്ടെയ്നർ ആണോ എന്നുള്ള ഒരു ഘട്ടത്തിലാണ് പോലീസ് നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും വിശദമായിട്ട് ഈ നിലവിലുള്ള 2 രാജസ്ഥാൻ സ്വദേശികളെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. കടന്നു കളഞ്ഞ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലും പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ ഗുരുപരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആണ് ഈ കാറ് മോഷണം പോയ വിവരം ലഭിച്ചിട്ടുള്ളത്. ആ കാർ പോയിരിക്കുന്നത് ഒരു കണ്ടെയ്നറിലാക്കിയാണ് കടത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ATM മോഷണം നടത്തുന്ന സംഘം ആണ് ഇത്തരത്തിൽ കണ്ടെയ്നറിലാക്കി ഈ കാർ കടത്തി എന്നുള്ള വിവരം കൂടി ഈ ഗുരുപരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള വിശദമായിട്ടുള്ള അന്വേഷണമാണ് നിലവിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഖി, ഇപ്പോൾ കണ്ടെയ്നറിനുള്ളിൽ വാഹനമില്ല എന്ന് പറയുന്നു. പക്ഷേ രേഷ്മ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ തീർച്ചയായും മോഷണത്തിന് ഉപയോഗിക്കുന്ന അനുബന്ധ സാധനങ്ങൾ അതിലുണ്ടായിരുന്നു. അതായത് കവർച്ചാ സംഘമാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. രാഖി, അതായത് കവർച്ചാ സംഘമാണെന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണവും ചോദ്യം ചെയ്യലും നിലവിൽ പുരോഗമിക്കുന്നത്. ഈ 2 രാജസ്ഥാൻ സ്വദേശികളാണ് നിലവിൽ ഈ സ്റ്റേഷനുള്ളിലുള്ളത്. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് പോലീസ് തിരച്ചിൽ തുടരുകയാണ്. ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുന്നതിനിടയിൽ തന്നെയാണ് ഈ ഗുരുപരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു മോഷണം പോയ കാർ സംബന്ധിച്ചുള്ള വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നത് ഈ ATM മോഷണമൊക്കെ നടത്തുന്ന സംഘം, അതായത് കണ്ടെയ്നർ ഉപയോഗിച്ച് ഇത്തരത്തിൽ മോഷണ സാധനങ്ങൾ കടത്തുന്നതൊക്കെ ഒരു സംഘമാണ്.
സംഘമാണ്. അവര് ഈ പറയുന്ന കൃഷ്ണനഗരി ഡിസ്ട്രിക്റ്റിൽ നിന്നും ഒരു മാരുതി കാറ് കടത്തിക്കൊണ്ട് പോയതായിട്ട് പരാതി ലഭിച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഈ കാറ് കൊണ്ടുപോകുന്നത് ഒരു കണ്ടെയ്നറിൽ കൊണ്ടുപോകുന്ന അത് കണ്ടെയ്നർ പാസ് ചെയ്യുന്നതിൻ്റെ CCTV ഫൂട്ടേജുകൾ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കവർച്ചാ സംഘമാണ് ഇത് കടത്തിക്കൊണ്ടുപോയതെന്നാണ് ഗുരുവരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം. അത് ഈ പറയുന്ന രാജസ്ഥാൻ സ്വദേശികളടങ്ങിയ സംഘമാണോ എന്നാണ് വ്യക്തത വരുത്തേണ്ടത്. അക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള കണ്ടെയ്നറിൽ എത്തിയത് കവർച്ചാ സംഘം എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. കൊച്ചിയിൽ രാജസ്ഥാൻ സ്വദേശികളായ 2 പേരെ പോലീസ് പിടികൂടിയിട്ടുമുണ്ട്. ഒരാൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. കണ്ടെയ്നർ ലോറി പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. എന്തായാലും പോലീസ് ഈ 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. വിവരങ്ങൾ നൽകിയത് രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന്.